ഇന്നിവിടെ എൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെ വന്നിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു വൈകിട്ട് അവർക്ക് വേണ്ടി ക്രീമി വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തേ. അപ്പോൾ അവൾ ആദ്യം തന്നെ ഒരു പാനിൽ അല്പം ബട്ടർ ഇട്ട് ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ വെള്ളത്തിൽ അല്പം ഓയിലും ഉപ്പും ചേർത്ത് പാസ്ത വേവാനും വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് പൊടിയായി എരിഞ്ഞ ഗാർലിക്ക്, ഒനിയൻ, ക്യാപ്സിക്കം ഇത്രയും ഒന്ന് ചേർത്ത് നന്നായി അതൊന്ന് അങ്ങോട്ട് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് പാസ്തയും വെന്ത് വന്നിട്ടുണ്ടാവും. അത് ഡ്രെയിൻ ചെയ്ത് വെക്കുകയും ചെയ്യാമല്ലേ. ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുക്കിങ്ങും വീഡിയോ എടുക്കലൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം പൊടിയായി അരിഞ്ഞ ഗാർലിക്ക് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയൊന്ന് പച്ചമണം മാറി വരുമ്പോൾ കുറച്ചായി പാലൊഴിച്ച് കട്ട കെട്ടാതെ അതങ്ങോട്ട് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻസായ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നാലെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചേർത്തതിന് പിന്നാലെ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാമല്ലേ. 1-2 ലീഫ് ചീസ് ചേർത്ത് കൊടുക്കാം. ഒരുപാടാവുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വേണം ചീസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വൈറ്റ് സോസ് തയ്യാറായതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുക. അതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈറ്റ് സോസ് ക്രീമി ചിക്കൻ പാസ്ത തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, മോള് ഇതേപോലെയുള്ള ചില ഭക്ഷണങ്ങളൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഇതുപോലെ ലാസ്റ്റ് ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഇത് കഴിച്ചിട്ട് എൻ്റെ ബ്രദറും വൈഫും ഒക്കെ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടെന്ന്. കുട്ടികളൊക്കെ നന്നായി കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.